നമ്മുടെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാനായി സ്റ്റെഫാനി ഹാരിസൺ വളരെ സിമ്പിളായ ഒരു വഴി പറയുന്നുണ്ട്. ആദ്യമായി ഐഡൻറ്റിഫൈ എ പ്രോബ്ലം. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന, നിങ്ങളെ അപ്സെറ്റ് ആക്കുന്ന, അസ്വസ്ഥരാക്കുന്ന കാര്യമേതെന്ന് ആദ്യം കണ്ടെത്തുക. നിങ്ങൾക്കതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുക. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്, വിസ്ഡം ഉണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. സ്റ്റെഫാനി തന്റെ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. 3 ആളുകൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചിന്തിച്ച് വളരെ അസ്വസ്ഥരായിരുന്നു. അതിൽ ആദ്യത്തെ വ്യക്തി ഒരു ഗെയിം ഡെവലപ്പർ ആയിരുന്നു. എങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കാമെന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിം അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. രണ്ടാമത്തെ വ്യക്തി ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. അയാൾ ഇതിനായി ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. എങ്ങനെ തങ്ങളുടെ ഭൂമി വിവിധ പ്രവർത്തനങ്ങളാൽ നശിപ്പിക്കപ്പെടുന്നുവെന്ന് തദ്ദേശവാസികളോട് പങ്കുവയ്ക്കുവാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മൂന്നാമത്തെ വ്യക്തിയാകട്ടെ ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം 26,000 പ്ലാസ്റ്റിക് പീസുകൾ കടലിൽ നിന്ന് ശേഖരിച്ച് ഒരു വസ്തു ഉണ്ടാക്കി. ഇത്തരത്തിലുള്ള വേസ്റ്റുകളാൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഈ 3 വ്യക്തികളും തങ്ങളുടെ യുണീക്ക് ഗിഫ്റ്റുകൾ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പല വഴികളും കണ്ടെത്തി. നമുക്കും അങ്ങനെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇത് നമ്മളെ സന്തോഷമുള്ളവരാക്കി മാറ്റുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് ഓടുന്നതിലല്ല, മറിച്ച് പ്രശ്നങ്ങളിലേക്ക് ഓടി നമുക്ക് നൽകപ്പെട്ട കഴിവുകൾ ഉപയോഗിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിലൂടെ ലോകത്തിന് സേവനം ചെയ്യുന്നത് വഴിയാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നതെന്ന് സ്റ്റെഫാനി ഓർമ്മപ്പെടുത്തുന്നു. ഏത് പ്രശ്നമാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം.